വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 46-ാം വാക്യമാണ്. 46-47 വാക്യങ്ങളാണ് ഇന്ന് ഈ മോർണിംഗ് ഡിവോഷനിൽ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ലൂക്ക് ദ ഗോസ്പൽ ചാപ്റ്റർ 1 വേർഡ്സ് 46. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അപ്പോൾ മറിയ പറഞ്ഞത്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. അതെ, നമ്മളുടെ ഉള്ളം, നമ്മുടെ ഹൃദയം, നമ്മളുടെ അന്തരംഗം കർത്താവിനെ മഹത്വപ്പെടുത്തുക. നമ്മളുടെ ഒരു മോട്ടോ, അല്ലെങ്കിൽ നമ്മളെ ഈ ഭൂമിയിൽ ദൈവമാക്കിയിരിക്കുന്ന, നമ്മളെ വീണ്ടെടുത്തതിൻ്റെ ഒരു മോട്ടോ നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനാണ്. നമ്മുടെ കർത്താവിനെ നമ്മൾ മഹത്വപ്പെടുത്തുവാനാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതുമായ ഓരോ വിഷയങ്ങളും ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഇവിടെ മറിയ പറയുക, എൻ്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്തെ ഒരു ആത്മീക അർത്ഥം, അവളുടെ ഹൃദയം ദൈവത്തെ ഉയർത്താൻ, ദൈവത്തോട് പറ്റിയിരിപ്പാൻ, ദൈവത്തോട് ചേരാൻ, സ്വോത്രം, ദൈവത്തെ ഉയർത്തുവാൻ, ആ സ്തുതികൾ കൊണ്ട് ദൈവനാമം ഉയർത്തുവാൻ കൊതിക്കുന്ന മറിയ. ആ മറിയെക്കുറിച്ചാണ് നമ്മളിവിടെ കാണുന്നത്. എൻ്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, മഹിമപ്പെടുത്തുന്നു. രണ്ടാമതായി പറയുക, എൻ്റെ ആത്മാവ്. ഫസ്റ്റ് പറയുന്നു എൻ്റെ ഹാർട്ട്, എൻ്റെ സോൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അല്ലെങ്കിൽ എൻ്റെ ശരീരം കൊണ്ട്. എബ്രായ ലേഖനത്തിൽ അല്ലെങ്കിൽ റോമാ ലേഖനത്തിലോട്ടൊക്കെ നമ്മൾ വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഹല്ലേലൂയ. കാരണം നമ്മളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. നമ്മുടെ അവയവങ്ങൾ ദൈവത്തിൻ്റെ ആയുധങ്ങളാണ്, നീതിയുടെ ആയുധങ്ങളാണ്. അങ്ങനെയെങ്കിൽ സ്തോത്രം, നമ്മളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഒരു ശരീരത്തിൽ പ്രധാനമായും ദേഹം, ദേഹി, ആത്മാവ്, 3 ഘടകങ്ങൾ ഉള്ളപ്പോൾ, 1 നമ്മുടെ ദേഹം കൊണ്ട്, 2 നമ്മുടെ ദേഹി സോൾ, 3 നമ്മുടെ സ്പിരിറ്റ്. ഇവിടെ മറിയ പറയുക, എൻ്റെ ഉള്ളം. ആ ഉള്ളം എന്നുള്ളത് സോൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ശരീരം അതിനകത്ത് ഉൾപ്പെടുന്നു. നമ്മുടെ ശരീരം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അടുത്തത് മറിയ പറയുക, എൻ്റെ ആത്മാവ്, മൈ സ്പിരിറ്റ്, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ ഉല്ലാസം എവിടെയാണ് കണ്ടെത്തുന്നത് ഈ ദിവസങ്ങൾ? അതൊരു ചോദ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കട്ടെ. നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരിലാണ്, എവിടെയാണ്? നമ്മൾ ഏറ്റവും കൂടുതൽ സമയം എവിടെയാണ് ചെലവിടുന്നത്? നമ്മുടെ ഉള്ളത്തിൻ്റെ സന്തോഷം എവിടെയാണ്? ചിലരുടെ സന്തോഷം പബ്ജി കളിയിലാണ്, ചിലരുടെ സന്തോഷം മറ്റ് ലോകത്തിൻ്റെ കാര്യങ്ങൾക്കകത്താണ്, മറ്റ് വ്യക്തികളുമായിട്ടുള്ള ചാറ്റിങ്ങുകൾ. എന്നാൽ സ്വർഗം നമ്മളെ അന്വേഷിക്കുകയാണ്, സ്വർഗം നമ്മളെ വിളിക്കുകയാണ്. നിന്റെ ഉള്ളം ആരിലാണ് സന്തോഷിക്കുന്നത്? നിന്റെ സ്പിരിറ്റ്, നിന്റെ ആത്മാവ്. ഇവിടെ മറിയ പറയുകയാണ്, എൻ്റെ ആത്മാവ്, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവിൽ. നമ്മളെ രക്ഷിച്ച ഒരു ദൈവം, പാപത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന, ശാപത്തിനകത്ത് കിടന്ന, ആർക്കും വേണ്ടാതെ കിടന്ന എന്നെയും നിങ്ങളെയും രക്ഷിച്ച സർവശക്തനായ ദൈവം. എൻ്റെ സ്പിരിറ്റ് സ്വത്ര കർത്താവിൽ രസിക്കുവാൻ നിനക്കും എനിക്കും കഴിയുന്നുണ്ടോ? കർത്താവിൻ്റെ പാദം അത് നമ്മളുടെ സന്തോഷമാകുന്നുണ്ടോ? ഇല്ല എങ്കിൽ എന്തോ വലിയ തകരാറുകൾ ഉണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. നമുക്ക് കർത്താവിങ്കിൽ നിന്നും ആ നന്മകൾ വേണം, ഈ നന്മകൾ വേണം, കർത്താവെ അത് ഇത് എന്നാണ് നാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ സ്തോത്രം, നമ്മുടെ ഉള്ളം കർത്താവിൽ ആനന്ദിക്കാൻ, നമ്മുടെ സ്പിരിറ്റ് കർത്താവിൽ ഉല്ലസിക്കാൻ ഇടയാകുന്നുണ്ടോ? സ്തോത്രം, നമ്മുടെ ഉള്ളം കർത്താവിൽ ആനന്ദിച്ചാൽ നമ്മുടെ സ്പിരിറ്റ്
സ്പിരിറ്റ് നമ്മുടെ രക്ഷിതാവിൽ ഉല്ലസിച്ചാൽ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാനിടയായിത്തീരും. ആമേൻ, സ്തോത്രം. നെഹമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 8-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു, യഹോവയിങ്കയിലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ. ആമേൻ, സ്തോത്രം. കർത്താവിലെ സന്തോഷം നമ്മുടെ ബലമാണ്. അതെ, നമ്മുടെ ഉള്ളം കർത്താവിൽ സന്തോഷിക്കട്ടെ, നമ്മുടെ ആത്മാവ് നമ്മുടെ രക്ഷിതാവിൽ ഉല്ലസിക്കട്ടെ. കർത്താവിൽ സന്തോഷിക്കുമ്പോൾ ആമേൻ, അത് നമ്മുടെ ബലമാണ്. നമ്മുടെ ബലമെന്ന് പറയുമ്പോൾ നമ്മുടെ പുറമേയുള്ള മനുഷ്യന് മാത്രമല്ല, നമ്മുടെ അകത്തുള്ള ആത്മീക മനുഷ്യന് ബലം പകരുന്നത്, കരുത്ത് പകരുന്നത് കർത്താവിങ്കിലെ സന്തോഷമാണ്. ആമേ, കർത്താവില് ആമേ സന്തോഷിപ്പാൻ, അവന്റെ വചനത്തിൽ സന്തോഷിപ്പാൻ ആമേൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആമേൻ. പ്രാർത്ഥനയിൽ ആമേൻ സന്തോഷം കണ്ടെത്താൻ ആമേൻ സ്തോത്രം നമുക്ക് കഴിയുന്നുണ്ടോ? ആമേൻ. ആമേൻ. വീണ്ടും ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ ദൈവവചനം ആമേൻ സ്തോത്രം ഫിലിപ്പ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ലീഗ 4-ാം അധ്യായം 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. അതെ, ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, കർത്താവിൽ സന്തോഷിപ്പീൻ. അതെ, ഈ പ്രഭാതത്തിലും ആമേ നിങ്ങളുടെ ഹൃദയങ്ങളെ തൊട്ട് ആമേ ഈ പ്രഭാതത്തിൽ കർത്താവ് പറയുന്നു, ആമേ നിങ്ങൾ എന്നിൽ സന്തോഷിപ്പീൻ. ആമേൻ, സ്തോത്രം. ഒരു മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു മണവാട്ടി മണവാളനിൽ സന്തോഷിക്കുന്നത് പോലെ, ഒരമ്മ ഒരപ്പൻ തൻ്റെ കുഞ്ഞിൽ സന്തോഷം കണ്ടെത്തുന്നത് പോലെ, അല്ലെങ്കിൽ ആ കുഞ്ഞ് അമ്മയുടെ മാർവിൽ ആമേ സന്തോഷം കണ്ടെത്തുന്നത് പോലെ, അപ്പൻ്റെ തോളിൽ സന്തോഷം കണ്ടെത്തുന്നത് പോലെ, മാൻ നീർത്തോടുകളിൽ സന്തോഷം കണ്ടെത്തുന്നത് പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഈ ദിവസങ്ങൾ ആമേൻ നാം നമ്മെ ഉണ്ടാക്കിയവനിൽ, ആമേൻ നാം നമ്മെ സൃഷ്ടിച്ചവനിൽ, നാം നമ്മെ വീണ്ടെടുത്തവനിൽ നാം ആമേൻ സ്തോത്രം സന്തോഷിപ്പാൻ അവൻ ആമേൻ സമയം കണ്ടെത്തിയാൽ വലിയ മാറ്റങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ നമ്മുടെ കർത്താവിന് കഴിയും. വീണ്ടും സങ്കീർത്തനങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സങ്കീർത്തനങ്ങളിലേക്ക് വീണ്ടും നാം ശ്രദ്ധിക്കുമ്പോൾ സങ്കീർത്തനം 37-ാം അധ്യായം അതിൻ്റെ ആമേൻ 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. ആമേൻ. നമ്മളുടെ രസം ആമേൻ എവിടെയാണ്? അല്ലെങ്കിൽ നമ്മൾ രസിക്കുന്നത് കൂടുതൽ എവിടെയാണ്? ആമേൻ, സ്തോത്രം. യഹോവയിൽ തന്നെ നീ രസിച്ചുകൊള്ളുക. ആമേൻ. എന്നാൽ എന്ത് സംഭവിക്കും? എന്നാൽ അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരാനിടയായിത്തീരും. ആമേ, നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആമേൻ. എന്നാൽ നാം നമ്മുടെ കർത്താവിൽ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ സർവശക്തനായ എൽ ശദായിൽ ആമേ നാം സന്തോഷിപ്പാൻ തയ്യാറായാൽ, ആമേ അവൻ്റെ പാദത്തിൽ ആമേ ഇരിക്കാൻ, ആമേ ആ പാദപീഠം ആമേ നമ്മുടെ സന്തോഷമായാൽ, ആമേൻ ഈ ദിവസങ്ങൾ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. എത്ര പേർ പറയും, ആമേ എൻ്റെ ഉള്ളം എൻ്റെ കർത്താവിൽ ആമേ സന്തോഷിക്കുന്നു, എൻ്റെ ഉള്ളം കർത്താവിൽ സന്തോഷിക്കും. പ്രിയപ്പെട്ടവരെ, 84-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അത് തന്നെയാണ് നാം കാണുന്നത്. 84-ാം സങ്കീർത്തനം 2-ാം വാക്യം, ആമേ എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു, എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും. കണ്ടോ, അവിടെ ബോഡി ആൻഡ് സ്പിരിറ്റ് അല്ലെങ്കിൽ സോൾ, എൻ്റെ ഹൃദയം, എൻ്റെ ആമേൻ എൻ്റെ ശരീരവും എൻ്റെ ഹൃദയവും എൻ്റെ മാംസം, അത് ആ ഫ്ലഷിനെ ആ ബോഡിയെ കാണിക്കുന്നു. ആമേൻ, സ്തോത്രം. ആമേ എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ആമേ ഘോഷിക്കുന്നു. ആമേൻ. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര ആമേ മനോഹരം. ആമേൻ. എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിക്കുന്നുവെന്നാണ് ആമേ കേട്ടത്. അങ്ങനെയെങ്കിൽ നാം വായിച്ച ആമേ വാക്യം മറിയ പറയുകയാണ്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആമേ ദിനങ്ങൾ, ഈ ആമേൻ ദിവസങ്ങൾ, ഈ വരുന്ന ആമേ ആഴ്ചകൾ, ആമേ ഇന്നലകളെക്കാൾ അധികം നമ്മുടെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് ധ്യാനിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുവാനും, 2 നമ്മുടെ ആത്മാവ്, നമ്മുടെ അകത്തെ സ്പിരിറ്റ് നമ്മുടെ രക്ഷിതാവിൽ ഉല്ലസിക്കുവാനും ഇടയാകട്ടെ. ആമേൻ. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ മറിയ പറയുകയാണ്,
ആമേൻ, എൻ്റെ ഉള്ളം കർത്താവിൽ സന്തോഷിക്കുന്നു, എൻ്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. 2, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലാസം കണ്ടെത്തുന്നു, ഉല്ലസിക്കുന്നു. കാരണം, അല്ലെങ്കിൽ അങ്ങനെ ഉല്ലസിക്കാൻ പറയുന്ന കാരണം മറിയ പറയുക, 1, അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നു. നമ്മൾ ഇന്നലകളിൽ താഴോട്ട് പോയ ഏതോ മേഖലകളിൽ നമ്മെ താങ്ങിയ ഒരു കരവില്ലേ, ആ താഴ്ചയിൽ നിന്ന് നമ്മളെ ഉയർത്തിയ കരവില്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊന്ന് ഈ പകലിലൊന്ന് ചിന്തിച്ചു നോക്കിയേ. എൻ്റെ താഴ്ചയിൽ എന്നെ ഓർത്ത ദൈവത്തിൽ ഞാൻ രസിക്കേണ്ടതല്ലേ? എൻ്റെ താഴ്ചയിൽ നിന്നും എന്നെ കൈപിടിച്ച് കയറ്റിയ ദാവീദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ താണക്കുഴിയും കുഴഞ്ഞ ചേറ്റും, എന്നാൽ അവിടെ നിന്നും എന്നെ ഉയർത്തി ഒരു പാറമേൽ നിർത്തി പുതിയ പാട്ട് തന്ന ആ ദൈവത്തിൽ സഹോദര നീ ഉല്ലസിക്കണ്ടേ? ആ ദൈവത്തിൽ നിന്റെ ആത്മാവ് സന്തോഷിക്കണ്ടേ? മറിയ പറയുക, ഞാൻ സന്തോഷിക്കുകയാണ്, എൻ്റെ ആത്മാവ് അവനിൽ ഉല്ലസിക്കുകയാണ്. കാരണം എൻ്റെ താഴ്ചയിൽ അവൻ എന്നെ കടാക്ഷിച്ചു. 2, കാരണം മറിയ പറയുകയാണ്, ആമേൻ, ശക്തനായവൻ എനിക്ക് വലിയത് ചെയ്തു. ഓ ഗ്ലോറി! എത്ര പേർക്ക് പറയാൻ കഴിയും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വലിയത് ചെയ്തെന്ന്? ഹല്ലേലൂയ, സ്തോത്രം. ശക്തനായവൻ, ആമേൻ. നമ്മുടെ ശക്തി ഒക്കെ പ്രവർത്തിക്കാതെ പോയ മേഖലകളില്ലേ ഇന്നലകളിൽ? നമ്മൾ നമ്മുടെ ശക്തി കൊണ്ട് ഉരുട്ടി മാറ്റാൻ ശ്രമിച്ച എത്രയോ കല്ലുകൾ ഉണ്ടായിരുന്നു അല്ലേ? എന്നാൽ നമ്മുടെ ശക്തി വർക്കൗട്ട് ആകാത്തിടത്ത് അവൻ്റെ ശക്തി അവൻ്റെ ശക്തി വർക്കൗട്ട് ആയില്ലേ? മരുന്നിൻ്റെ ശക്തിക്ക് പ്രവർത്തിക്കാൻ കഴിയാഞ്ഞ ഇടത്ത് ദൈവത്തിൻ്റെ ശക്തി നിന്നെ തൊട്ടില്ലേ? നിനക്ക് സൗഖ്യം തന്നില്ലേ? ശക്തനായവൻ നിനക്ക് വലിയവ ചെയ്തു. മറിയ പറയുക, എൻ്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുക. ആമേൻ, സ്തോത്രം. എൻ്റെ ആത്മാവ്, ആമേൻ, എൻ്റെ രക്ഷിതാവിൽ ഉല്ലസിക്കുക. കാരണം എൻ്റെ താഴ്ചയെ കണ്ട ഒരു ദൈവം, എനിക്ക് വേണ്ടി വലിയവ ചെയ്ത ദൈവം. വലിയത്, ആമേൻ, എന്നോട് ചേർന്ന് പറയാമോ? വലിയത്. എൻ്റെ ദൈവം വലിയ ദൈവമാണ്. ആമേൻ, അവൻ്റെ വിശ്വസ്തത വലിയതാണ്, അവൻ്റെ വാഗ്ദത്തങ്ങൾ വലിയതാണ്. ആമേൻ, സ്തോത്രം. അവൻ സകല ദേവന്മാരെക്കാൾ വലിയവനാണ്. ആമേൻ, സ്തോത്രം. അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്യുന്നത് ചെറുതല്ല, വലിയതാണ്. ഹല്ലേലൂയ. നാം നമ്മുടെ കർത്താവിൽ ഉല്ലസിക്കുവാൻ തയ്യാറായാൽ ഈ ദിവസങ്ങൾ നിന്റെ ബുദ്ധിക്ക് അതീതമായി വലിയത് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇടയായിത്തീരും. കണ്ണുകളടയ്ക്കാം. ആമേൻ, നമുക്ക് പ്രാർത്ഥിക്കാം. യേശുപ്പച്ച മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലാൻ കാംക്ഷിക്കുന്ന പോലെ, ആമേൻ, സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരമെന്ന് പറഞ്ഞ് കുരുകിൽ തനിക്കൊരു വീടും മീവൽ പക്ഷി തനിക്കൊരു കൂടും കണ്ടെത്തിയതുപോലെ അപ്പൻ്റെ സന്നിധി, അപ്പൻ്റെ പാദം, അത് ഞങ്ങളുടെ വലിയ ഉല്ലാസമായി, ഞങ്ങളുടെ വലിയ റിജോയിസ് കേന്ദ്രമായി, ഞങ്ങളുടെ വലിയ സന്തോഷമായി. ആമേൻ. ഈ ദിവസങ്ങൾ കർത്താവേ, ഞങ്ങളുടെ ഉല്ലാസം വേറെ എവിടെയൊക്കെയോ ആണെങ്കിൽ, ഞങ്ങളുടെ സന്തോഷം വേറെ പലതിലുമാ ഞങ്ങൾ കണ്ടെത്തുന്നതെങ്കിൽ, ഈ പകൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് തിരിക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് തിരിക്കണമേ. അപ്പൻ്റെ വചനം, ആ വചനവുമായി ഇരിക്കാൻ, അപ്പൻ്റെ പാദം, ആ പാദവും ആ പരിശുദ്ധാത്മാവിൽ സന്തോഷിപ്പാൻ ഈ ദിവസങ്ങൾ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ താഴ്ചയിൽ ഓർത്ത ദൈവത്തെ ഞങ്ങൾ, ആമേൻ, സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി, ആമേൻ, വലിയവ ചെയ്ത ശക്തനായവൻ എനിക്ക് വലിയവ, ആമേൻ, ചെയ്തു. ആമേൻ, സ്തോത്രം. ആ ദൈവത്തെ, ആമേൻ, സ്തുതിപ്പാൻ, പാദത്തോട് ചേർന്നിരിപ്പാൻ എൻ്റെ ഉള്ളം, എൻ്റെ ബോഡി, എൻ്റെ സോൾ ആൻഡ് സ്പിരിറ്റ് വിൽ റിജോയ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. അതിനുവേണ്ടി ഞങ്ങളെ സഹായിക്കും. നിന്റെ ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.